ഹലോ, ഞാൻ നിങ്ങളുടെ അയാനാമു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പിന്നെ കഥ തുടങ്ങുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ടെലിയിൽ നല്ല പച്ചയ്ക്ക് പറയത്തക്ക രീതിക്കുള്ളൊരിത് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല, തുടങ്ങാൻ പോവുക. അപ്പോൾ അതിൻ്റെ ഇത് നമ്മുടെ ടെലിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ്. അപ്പം അത് നോക്കിയിട്ട് താല്പര്യമുള്ളവർ പോന്നു കേട്ടോ. നമുക്ക് നല്ല കഥയൊക്കെ കേട്ടിട്ട് അങ്ങനെ ഹാപ്പി ആയിട്ട് അങ്ങോട്ട് പോവാം. പിന്നെ ഇന്നത്തെ കഥയെക്കുറിച്ച് അറിയണ്ടേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നിധിയുടെയും പപ്പയുടെയും കഥ. പിന്നെ കഴിഞ്ഞ പാർട്ടുകളൊക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു. പിന്നെ മുൻഭാഗങ്ങളൊക്കെ കേട്ടതിന് ശേഷം ഈ കഥ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ രസിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോയാലോ? കഥ തുടങ്ങുവാട്ടാ. തണുത്ത വെള്ളം അവളുടെ ശരീരവും മനസ്സും നന്ദി തണുപ്പിച്ച് താഴേക്കിങ്ങനെ ഒഴുകി. കൈ നനയാതിരിക്കാൻ പപ്പ അവളുടെ കൈകൾ ഇങ്ങനെ ഉയർത്തി പപ്പയുടെ തോളിലേക്ക് വെച്ചു. പപ്പയാണേ ഷവറൊക്കെ ഓഫ് ചെയ്ത് അവൾക്ക് നന്നായി സോപ്പ് തേച്ച് കൊടുക്കും. ഇപ്പോൾ ഒന്നും മറയ്ക്കാനോ നാണിക്കാനോ ഇല്ലാത്തത് കൊണ്ട് തന്നെ രണ്ടുപേരും പക്ക കംഫോർട്ടബിൾ ആയിരുന്നു. അവളാണെങ്കിൽ കൗതുകത്തോടെ പപ്പ ഇങ്ങനെ നോക്കി നിന്നു. എന്തൊരു ഫീലായിരുന്നു എന്നോ, വേറൊരു ലോകത്തെത്തിയതുപോലെ. പപ്പ ആളൊരു കള്ളൻ തന്നെ. എങ്ങനെ ഒരു പെണ്ണിനെ സുഖിപ്പിക്കണം എന്ന് നന്നായിട്ട് ആൾക്കറിയാം. പപ്പ ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടാവോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അവളിങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ പപ്പയുടെ അത് നന്നായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അമ്മേ, അവൾക്ക് കുസൃതിയോടെ തന്നെ താഴേക്ക് ഇങ്ങനെ കണ്ണെറിഞ്ഞ് പപ്പയെ നോക്കിയൊന്ന് ചിരിച്ചു. താഴേക്ക് നോക്കിയപ്പോൾ പപ്പയ്ക്ക് മനസ്സിലായി നല്ലതുപോലെ ഇതാവുണ്ടെന്ന്. അത് കണ്ടിട്ടാണ് അവൾ കളിയാക്കുന്നതെന്നു. നവീനാണെങ്കിൽ ഒന്ന് ചമ്മിട്ടോ. സോറി മോളു, ഇറ്റ്സ് ബിക്കോസ് ഓഫ് യു മോളു. അവളൊരു ചമ്മലോട് തന്നെ സമ്മതിച്ചു. ദാറ്റ്സ് ഓക്കേപ്പാ. അവൾ പപ്പയെ നോക്കി ഒരു വശ്യമായി ചിരിച്ചു. പപ്പയ്ക്ക് മുന്നിൽ പതിയെ ഇങ്ങനെ മുട്ടുകുത്തിയിരുന്നു. എന്നിട്ട് അങ്ങനെ ഇരുന്നിട്ട് തന്നെ കണ്ണിലേക്കൊന്ന് നോക്കി. പപ്പയാണെങ്കിൽ ഒരു പതർച്ചയോട് കൂടെ തന്നെ അവളെ ഇങ്ങനെ നോക്കി. അവൾ പതിയെ അതിങ്ങനെ താഴേക്ക് ഇതാക്കി. എന്നിട്ട് പപ്പ ഇന്നൊന്ന് കണ്ടോട്ടെ എന്ന് ഒരു വശ്യം ചിരിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു. നവീനാണെങ്കിൽ ഒന്ന് ആലോചിച്ചു കേട്ടോ. അതുവരെ എങ്ങനെ പിടിച്ചു നിന്നെന്ന് അവന് മാത്രമേ അറിയൂ. എന്ത് വേണമെങ്കിലും ചെയ്യായിരുന്നു അവളുടെ ആദ്യത്തൊക്കെ കാണുമ്പോൾ തന്നെ. നവീൻ്റെ മനസ്സ് ആ രീതിക്കൊന്ന് തുടിച്ചതൊക്കെയാണ്. പക്ഷേ വല്ലാത്തൊരു കുറ്റബോധം അവനെ തടഞ്ഞതായിരുന്നു. എന്തെന്നാ അതൊന്നും കയ്യിലുമില്ലല്ലോ. പെണ്ണാണെങ്കിൽ നല്ല ഇതിൽ വേണം. തനിയേ ഉള്ളതാണ്. അവളാണെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ ഒന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ നവീൻ ഓരോന്നാലോചിച്ചപ്പോൾ അത് വീണ്ടും സെറ്റായി. ആളാണെങ്കിൽ ചെറുപ്പമല്ലേ, എടുത്തു ചാടിയൊന്നും ചെയ്യാനും പറ്റില്ല. അങ്ങനെ അവളതെങ്ങനെ എടുക്കുമെന്നും അറിയില്ലല്ലോ നവീന്. അപ്പോൾ എല്ലാത്തിലും വലുതും അവളുടെ ഭാവി തന്നെയല്ലേ. അച്ഛനായി പോയില്ലേ, അച്ഛൻ്റെ ചിന്താഗതികളൊക്കെ എന്തായാലും ഇങ്ങനെയൊക്കെ ചിന്തിക്കില്ലേ. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി അതിലേക്ക് കടക്കാൻ അപ്പോഴും നവീന് മടിയായിരുന്നു. അവള് അതെങ്ങനെ മാനേജ് ചെയ്യുന്ന അറിയില്ലല്ലോ. കോളേജിലൊക്കെ ആയിട്ടല്ലേ ഉള്ളൂ. ഉഴപ്പാതെ പേടിച്ചൊരു ജോലിക്കൊക്കെ പോകണം. പഠിച്ചൊരു ജോലിക്കൊക്കെ വാങ്ങണ്ടേ. ഇതിൻ്റെ പേരിൽ ഉഴപ്പിയാൽ തനിക്കും ഒന്നും പറയാനും പറ്റില്ല. അതെല്ലാം ആദ്യമൊന്നും ഉറപ്പും വരുത്തണമല്ലോ. പക്ഷേ കണ്ടിടത്തോളം അവളിത് ഹാൻഡിൽ ചെയ്യാൻ മെച്യൂറാണ്. പിന്നെ ആ ഒരു ഇതിനൊക്കെ വേണ്ടി ഏതെങ്കിലും അനാവശ്യ റിലേഷനിൽ ചെന്ന് ചാടിയാൽ അതും പിന്നെ തലവേദന ആവുമല്ലോ. നോക്കാം. എന്തായാലും ഒരാഴ്ച ഉണ്ടല്ലോ,
എടുത്തു ചാടി ഒന്നും ചെയ്യണ്ടെന്ന് നവീൻ തീരുമാനിച്ചു. പപ്പ അവളുടെ കൈ പിടിച്ച് പതിയെ എഴുന്നേപ്പിച്ചു. ഈ കള്ളി, നീ ആള് കൊള്ളാലോ. ഓ, എന്തൊക്കെയാ ഈ ആഗ്രഹം. കുറച്ചൊരു വലുതാവട്ടെ കേട്ടോ, എന്നിട്ട് കാണാൻ കേട്ടോ, പപ്പ ഒരു തമാശയും തന്നെ പറഞ്ഞു. നിധിയാണേ ഒരു നിരാശയോടെ തന്നെ പപ്പയെ നോക്കി. അത് ശരി, അപ്പം എൻ്റെ എല്ലാം കണ്ടല്ലേ എന്ന് ചോദിക്കാൻ ഒരുങ്ങിയെങ്കിലും അവൾ ചോദിച്ചില്ല. വരും, എൻ്റെ വഴിക്ക് വരും, അവളിങ്ങനെ മനസ്സിൽ കരുതി. ഇവിടെ വരെ എത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ എനിക്കറിയാം ഇനി എന്ത് ചെയ്യണമെന്ന്. നവീൻ്റെ മനസ്സ് നല്ലോണം തുടിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇതാക്കി അവളുടെ കയ്യിലൊക്കെ ഇതാക്കാൻ. പക്ഷേ കുറച്ചുകൂടി കഴിയട്ടെ എന്ന് അവനും തീരുമാനിച്ചു. മോളു, നാളെ ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ. ഓക്കെ ആയെങ്കിൽ അവർ ബാൻഡേജ് അങ്ങ് മാറ്റും. ഓ സൂപ്പർ, അത് നാളെ ആയിരുന്നോ? എനിക്ക് സന്തോഷമായി. ഭാഗ്യം, നാളെ കൈ ഫ്രീ ആകുമല്ലോ. പിന്നെ ബാൻഡേജ് ഇട്ടിരിക്കുന്നത് ആകെ ബുദ്ധിമുട്ടുമായിരുന്നു. സൂപ്പർ, അപ്പോൾ നെക്സ്റ്റ് വീക്ക് പൊളിക്കാം. ഇനി ഈ മുനിവരനെ വളച്ചടിക്കണം. അവൾ കുറുമ്പോടെ തന്നെ പപ്പയൊരു നോട്ടിട്ടി. ശരിയാക്കി തരാം എന്നവൾ മനസ്സിൽ കരുതി. അടുത്ത ദിവസം രാവിലെ അവർ ഹോസ്പിറ്റലിൽ പോയി. മോളു, ഇപ്പോൾ പെയിൻ ഉണ്ടോ? ഡോക്ടർ ചോദിച്ചു. ഇല്ല ഡോക്ടറെ. ചെക്കിങ് ഒക്കെ കഴിഞ്ഞു, എല്ലാം ഓക്കെ ആയിരുന്നു. അങ്ങനെ ബാൻഡേജും മാറ്റി അവളുടെ കൈ പതിയെ മടക്കി നോക്കി. ഓ, എവറിത്തിങ് ഈസ് ഓൾ റൈറ്റ്. സൂപ്പർ മോളു. അമ്മ എവിടെ? വന്നില്ലേ? ഇല്ല, അവൾക്ക് വർക്ക് ഫ്രം ഹോമാ, പപ്പ ഇടയ്ക്ക് കയറി പറഞ്ഞു. കള്ളൻ, ഞങ്ങൾ തന്നെ ഉള്ളൂ എന്ന് പറയാനൊരു മടി. മോളു, കുറച്ച് നാളത്തേക്ക് വലിയ വെയിറ്റ് ഒന്നും എടുക്കരുത് കേട്ടോ. പിന്നെ വലിയ പണികളൊന്നും ചെയ്യാനും നിൽക്കരുത്. അത് പേടിക്കില്ല ഡോക്ടർ, അവൾക്ക് പണിയെടുക്കുന്ന ശീലമേ ഇല്ല, പപ്പ ഒരു കളിയായിട്ട് തന്നെ പറഞ്ഞു. ഞാൻ പപ്പയുടെ കൈക്കിട്ടൊരു നുള്ളി. ഓ, എങ്ങനെ എങ്ങനെ? എൻ്റെ കുറുമ്പ് കണ്ടിട്ട് ഡോക്ടറിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അങ്ങനെ ബാൻഡേജ് എല്ലാം എടുത്ത് സന്തോഷമായിട്ട് ഞങ്ങൾ ഇറങ്ങി. പപ്പ ഫുഡ് വാങ്ങിത്തന്നു. ഞാൻ ബിരിയാണി വയറ് നിറയെ കഴിച്ചു. പപ്പ ഇപ്പോഴാണ് ഒന്ന് റിലാക്സ് ആയേ. ഇനി ഒരാഴ്ചയില്ലേ ഉള്ളൂ. അതാ സങ്കടം. മോളു, നീ ഓക്കെ ആയെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തിരിച്ചു പോവാട്ടോ. നോ പപ്പ, എനിക്ക് എൻജോയ് ചെയ്യാനേ പറ്റിയില്ല, പ്ലീസ് പാ. ഞാനിങ്ങനെ കെഞ്ചി. അത് ശരി, നീ എൻജോയ് ചെയ്തില്ലാന്നോ? നീയേ എൻജോയ് ചെയ്തുള്ളൂ. എനിക്ക് വർക്ക് കുറേ പെൻഡിങ് ഉണ്ട്. പപ്പ എന്നെ കളിയാക്കി. ശരിക്കൊന്ന് ചമ്മി. പപ്പ, ഞാൻ അതല്ല പറഞ്ഞേ. പിന്നെ മോളു, നീ ഞാൻ വിചാരിച്ചതുപോലെ അല്ലല്ലോ. എല്ലാ കള്ളത്തരവും കയ്യിലുണ്ടല്ലോ. കുറച്ച് കള്ളി. പോ പപ്പ, എന്ത് കള്ളത്തരാ? ഇതൊക്കെ എങ്ങനെയാ പഠിച്ചേ? എന്താപ്പാ? ഞാൻ അറിയാത്ത മട്ടിൽ തന്നെ ചോദിച്ചു. അച്ചടാ, ഒന്നും അറിയില്ല. കള്ളി, സ്വന്തമായിട്ട് ഇതാക്കുന്നതും ഒക്കെ. പപ്പ മടിച്ചെന്ന് ചോദിച്ചു. നിന്റെ കയ്യിൽ ഇത്രയും കള്ളത്തരമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അത് പപ്പ, +2 ടൈമിൽ ഞങ്ങളുടെ ഗ്യാങ് ഉണ്ടല്ലോ, ശരിക്കും സൂപ്പറായിരുന്നു. ഞങ്ങൾ എല്ലാം ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. പിന്നെ പൂജയോടൊന്നിങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാനത് ആദ്യം കേൾക്കുന്നതന്നെ. ആര്? പൂജയോ? പപ്പ അവിശ്വസനീയത തന്നെ എന്നെ നോക്കി. പപ്പയ്ക്ക് വിശ്വസിക്കാനായില്ല. കാരണം പൂജ നല്ല പഠിപ്പിസ്റ്റ്, പോരാത്തതിന് വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു ലുക്കും. ഞങ്ങളുടെ ഗ്യാങ് എല്ലാവരും നല്ല പഠിപ്പിസ്റ്റുകൾ തന്നെയായിരുന്നു. എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ട്രൈ ചെയ്ത് തുടങ്ങിയതാ പപ്പ. പക്ഷേ ഞാൻ ഉഴപ്പിയിട്ടൊന്നുമില്ലല്ലോ. അവൾ കുറുമ്പോടെ എന്നെ നോക്കി. ഇങ്ങനെയൊക്കെ ഉഴപ്പ് തുടങ്ങുന്ന മോളെ. എല്ലാം ഒരു ലിമിറ്റിൽ ചെയ്യാവുള്ളൂ കേട്ടോ. അഡിക്റ്റായ പിന്നെ പ്രശ്നം. അതത്രേ ഉള്ളൂ പപ്പ. മാക്സിമം ഒരു 2-3 ടൈംസ് ഇൻ എ വീക്ക്. ആണൊന്ന് കണ്ണിറക്കി. പപ്പ കണ്ണു മേടിച്ചു. 2-3 ടൈംസോ? എങ്ങനെ സമയം കിട്ടും നിനക്ക്? അത് കൂടുതലാട്ടോ മോളെ. ഇനി എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ പാർട്ട്ണർ ഇൻ ക്രൈം ഉണ്ടല്ലോ. ഞാൻ പപ്പയെ നോക്കി കത്തിപ്പിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു.
മോളു വേണ്ടാട്ടോ, ഞാൻ വേണമെങ്കിൽ അങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാം കേട്ടോ. വീണ്ടും കണ്ണിറക്കി. ഇപ്പൊ കൈയെടുത്ത് എന്നെ പിച്ചി. ഈ പെണ്ണെ, നിനക്കിത്തിരി കൂടുന്നുണ്ട് കേട്ടോ. എനിക്ക് ഹെൽപ്പ് ചെയ്യാന് എൻ്റെ പെണ്ണിവിടെ ഉണ്ടല്ലോ, പപ്പ തമാശയോടെ പറഞ്ഞു. എൻ്റെ മുഖം വാടി. ഞാൻ ചെറുതായി മൂഡ് ഓഫായി. പപ്പയ്ക്ക് അത് നന്നായി മനസ്സിലായി. എനിക്ക് അത്ഭുതം തോന്നി. ഞാനിപ്പോഴേ പോസസീവ് ആണെന്ന് ചിന്തിക്കുന്നു. ഇവിടെ തനിയെ രസമായിരുന്നു. പപ്പ എന്നെ കുളിപ്പിച്ച് വരുമോ വീട്ടിലെത്തിയാലും? അവിടെ അമ്മയുണ്ടല്ലോ മോളെ. അത് വേണ്ടപ്പ, എനിക്ക് ഈ പപ്പ കുളിപ്പിക്കുന്നതാണ് ഇഷ്ടം. നീ ഇപ്പോൾ ചെറിയ കുട്ടിയൊന്നുമല്ല കേട്ടോ. എന്നിട്ടും ഇവിടെ വെച്ച് എന്നെ കുളിപ്പിച്ചല്ലോ. മോള് ഇവിടെ അമ്മയില്ലാത്തത് കൊണ്ടല്ലേ? അമ്മയില്ലാത്തപ്പോൾ മതി. വേണ്ടട്ട മോളെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ കള്ളത്തരമൊക്കെ. ഓ, ഈ പപ്പയ്ക്ക് ഒരു സ്നേഹവുമില്ല. അവൾ മുഖം വീർപ്പിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. പോകുന്ന വഴിക്ക് നവീൻ മെഡിക്കൽ സ്റ്റോറിൽ കയറി. അത് മേടിക്കാനുള്ള പ്ലാനിലായിരുന്നു. ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവൂലോ. അറിയില്ല കാര്യങ്ങൾ എവിടെ വരെ പോകുന്നു. പക്ഷെ ഇരിക്കട്ടെ. എന്ത് വാങ്ങാനപ്പാ? അതുമൂലു പാരസെറ്റമോൾ ഒന്ന് വാങ്ങണം. എനിക്ക് ചെറിയൊരു തലവേദന ഉണ്ട്. കള്ളം പറഞ്ഞു. നവീൻ പോയി പാരസെറ്റമോൾ വാങ്ങി. കൂടെ അതും. അവൾ കാണുന്നുണ്ടോ എന്ന് നവീൻ തിരിഞ്ഞൊക്കെ നോക്കി. പക്ഷെ ആളെ ശ്രദ്ധിക്കുന്നില്ല. കാറിലിരുന്ന് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവർ വീട്ടിലെത്തി. അപ്പോഴാ അമ്മ വിളിച്ചത്. മോളു ഓക്കെ ആയോ? കൈ ബാൻഡേജൊക്കെ എടുത്തോ? അമ്മ അവൾ കൈ മടക്കി കാണിച്ചു. നാളെ കയറിപ്പോരുട്ടോ. എൻ്റെ കോളേജിൽ നിന്നും വിളിച്ചിരുന്നു. നിങ്ങൾക്ക് എന്തോ ട്രെയിനിങ് ഉണ്ട് ഇത്രേ. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അത് മിസ് ചെയ്യേണ്ട അത്ര. മമ്മി ഞാനില്ല, പ്ലീസ് മീ. അവൾ പരമാവധി ശ്രമിച്ചു നോക്കി. പക്ഷേ മമ്മി സമ്മതിച്ചില്ല. ഞാൻ പപ്പയോട് പറയാം. എന്തായാലും നിന്റെ കൈയൊക്കെ അല്ലേ, ഇനി ഇവിടെ നിൽക്കണ്ട. അങ്ങനെ അത് തീരുമാനമായി. അങ്ങനെ നാളെ വൈകുന്നേരം പുറപ്പെടാന്ന് തീരുമാനമായി. പക്ഷേ അമ്മ ഫോൺ വെച്ചതിന് ശേഷം അത് പപ്പയുടെ പിന്നാലെ കൂടി. പപ്പ നാളെ പോവണ്ട, നമുക്ക് നെക്സ്റ്റ് സാറ്റർഡേ പോയാൽ മതി. അമ്മയോട് ഒന്ന് പറയും പ്ലീസ് പ്ലീസ് പ്ലീസ്. അങ്ങനെ അവളിങ്ങനെ നവീൻ്റെ പുറകെ കെഞ്ചി കിടക്കായിരുന്നു. എന്താണ് കാര്യം എന്ന് നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ ട്രെയിനിങ് ഒന്നും മാൻഡേറ്ററി അല്ലപ്പാ. ഞാൻ പൂജയോട് ചോദിച്ചു. ഓളു അത് മാത്രമല്ല, എനിക്ക് ഓഫീസിലൊന്ന് പോകണം. അത് ലേറ്റാക്കാൻ പറ്റില്ല. നമുക്ക് ഇനിയും വരാമല്ലോ മോളെ. പക്ഷെ എനിക്കറിയായിരുന്നു ഇനി അടുത്ത വർഷം വന്നാലായിരുന്നു. ഇത്തവണത്തെ ഇഞ്ചുറി കാരണം അമ്മ ഇനി വിടാൻ മടിക്കുകയും ചെയ്യും. പോപ്പാ, ഞാൻ കൂട്ടില്ല. ഞാൻ പിടി റൂമിലേക്ക് പോയി. പപ്പയ്ക്കും വിഷമമായി. കുറച്ച് കഴിഞ്ഞ് പപ്പ വന്ന് വിളിച്ചു. മോളു കുളിക്കണ്ടേ? ബാൻഡേജൊക്കെ എടുത്തല്ലേ? വെള്ളം വെച്ചിട്ടുണ്ട് ചൂടാക്കാൻ. ഞാനിപ്പോൾ കുളിക്കുന്നൊന്നുമില്ല. ഞാൻ വൈകുന്നേരം കുളിച്ചോളാം. ഞാൻ പിണക്കം വിട്ടില്ല. നാട്ടിലെത്തിയാൽ ഈ ഫ്രീഡെല്ലാം പോകട്ടോ. എന്ത് പെട്ടെന്ന് ഹോളിഡേയ്സ് കഴിഞ്ഞതല്ലേ? അവളൊരു വിഷമത്തോടെ ഓർത്തു. പപ്പ ഒരു തവണ കൂടി വന്ന് വിളിച്ചു. ഞാൻ പിന്നെ കുളിച്ചോളാപ്പാ. ഞാൻ പോയില്ല. മുഖം വീർപ്പിച്ചിരുന്നു. പപ്പയ്ക്ക് എന്നോട് ഒരു സ്നേഹമില്ല. അല്ലെങ്കിലും കാര്യത്തോടെടുക്കുമ്പോൾ നിങ്ങൾ ഒറ്റക്കെട്ടല്ലേ, ഞാൻ പുറത്തും. ഇത് നീ തന്നെ പറയണം കേട്ടോ. എനിക്കറിയാമായിരുന്നു പപ്പ എനിക്ക് ഒരുപാട് ഫ്രീഡം തന്നിട്ടുണ്ട്. ഇത് ചുമ്മാ പപ്പയെ സെൻറ്റിമെൻ്റലാക്കാൻ ഞാൻ എടുത്ത നമ്പറല്ലേ. കുറച്ച് കഴിഞ്ഞ് പപ്പ പിന്നെയും വന്നു. ഞാൻ ബാഗ് എടുക്കുകയായിരുന്നു. മോളു ഞാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നല്ലോ, വിളിച്ചൂടായിരുന്നു എന്നെ? കുഴപ്പമില്ലപ്പ. എൻ്റെ മുഖം വാടിയിരിക്കുന്നത് പപ്പ കണ്ടു. പപ്പയ്ക്ക് ആകെ വിഷമായി. ഞാനങ്ങനെ പപ്പയോട് പൊതുവെ പിണങ്ങാറൊന്നുമില്ലല്ലോ. എൻ്റെ പിണക്കം എപ്പോഴും അമ്മയോടാ. പപ്പ ഇപ്പോഴും ഞങ്ങളുടെ പിണക്കം തീർക്കുന്ന ആളുവാ. എന്നെ ലാളിച്ച് വഷളാക്കുന്നുണ്ട്. പപ്പയും അമ്മയും നല്ല ചീത്ത പറയാറുണ്ട്. അതായത് അമ്മ പപ്പേനെ ചീത്ത പറയാറുണ്ട്. പപ്പ എന്നെ പിന്നെ നിന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പശു. മോളു പിണങ്ങാത്തടി പ്ലീസ്, എൻ്റെ മുത്തല്ലേ. നിനക്കറിയാലോ എൻ്റെ അവസ്ഥ. എനിക്ക് കുറേ വർക്ക് പെൻഡിങ് ഉണ്ട്. ഓഫീസിൽ നിന്ന് പോകണം.
അതാണെങ്കിൽ ഒഴിവാക്കാൻ പറ്റില്ല, അതല്ലേ. നോ പ്രോബ്ലം പപ്പ, നമുക്ക് പോയേക്കാം. പക്ഷെ എൻ്റെ മുഖം തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പപ്പയ്ക്കത് മനസ്സിലാകുകയും ചെയ്തു. മോളു, നീ നെക്സ്റ്റ് അവധിക്ക് നമുക്ക് നാട്ടിക്ക് വരാം, പ്രോമിസ്. അമ്മയെ കൊണ്ടുവരാതെ നമുക്ക് തനിയെ വരാം, പപ്പ മേടിച്ചെന്നത് പറഞ്ഞു. അതൊന്നും നടക്കാൻ പോകുന്നില്ല, എനിക്കറിഞ്ഞൂടെ. ചിലപ്പോ പപ്പയെ വിടുമായിരിക്കും, എന്തായാലും എന്നെ ഇനി വിടില്ല, അത് ഉറപ്പാണ്. ഒന്ന് ചിരിക്കുമോളൂ, നീ ഇങ്ങനെ വിഷമിക്കാതെ. എന്നിട്ട് എൻ്റെ മുഖം വീണ്ടും തെളിയാതെ തന്നെ ഇരിക്കുക. മോളെ, ഞാൻ കുളിപ്പിച്ചുതരാം വീട്ടിലെത്തിയാലും, പപ്പ ഒരു മടിയോടെ സ്നേഹത്തോടെ എന്നത് പറഞ്ഞു. എൻ്റെ ഉള്ളിൽ ഒരു പൂത്തിരിന് കത്തി. കള്ളൻ. പപ്പയ്ക്കറിയാം അതെന്നെ സന്തോഷിപ്പിക്കുമെന്ന്. ശരിക്കും? ഞാൻ പപ്പയ്ക്ക് നേരെ തിരിഞ്ഞു. എൻ്റെ മുഖത്തെ സന്തോഷം പപ്പ കണ്ടു. ഔ, അവസാനം ചിരിച്ചുല്ലോ. പപ്പയ്ക്ക് നല്ല സന്തോഷമായി. കള്ളിയുടെ ചിരി കണ്ടില്ലേ? പിന്നെ മമ്മിയില്ലാത്തപ്പം മാത്രം കേട്ടോ. അഗ്രീഡ്. കള്ളൻ. അപ്പോൾ പപ്പയുടെ ഉള്ളിലും കള്ളത്തരൊക്കെ ഉണ്ടല്ലേ? അതാണ് മമ്മിയില്ലാത്തപ്പോൾ മാത്രം. അഗ്രീഡ്. ലവ് യു പപ്പ. ഞാൻ പപ്പയെ കെട്ടിപ്പിടിച്ച് കവലത്തൊരു ചുംബിച്ചു. ഓ, മതി സോപ്പി, നീ പപ്പയെ കൂടി കള്ളനാക്കും. അത് ഞാനിനി ആക്കണോ? പപ്പ ഓൾറെഡി കള്ളനാണല്ലോ. ഓ, പൊടി എവിടുന്ന്. ഞാൻ പറയട്ടെ പപ്പയുടെ കള്ളത്തരം. അവൻ്റെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി. ഇന്നലെ മെഡിക്കൽ സ്റ്റോറിൽ കയറിയത് അവൾക്ക് മനസ്സിലായി കാണുമോ? പപ്പ ഒരു പേടിയോടെ തന്നെ അവളെ നോക്കി. ഡോക്ടർ ചോദിച്ചപ്പോൾ അമ്മ ഇവിടെ ഇല്ലാന്ന് പപ്പ പറഞ്ഞില്ലല്ലോ. അവളൊന്ന് കണ്ണിറുക്കി. ഓ, നവീൻ ആശ്വാസത്തോടെ ശ്വാസം വിട്ടു. ഓ, അതോ മോളു, അതെന്തിനാ പറയുന്നേ? പിണക്കം മാറിയോ എൻ്റെ മോളുടെ? ഒന്ന് ചിരിച്ച കാണട്ടെ. അയ്യടാ, എൻ്റെ പിണക്കം അങ്ങനൊന്നും മാറില്ല. പപ്പയ്ക്ക് എന്നെക്കാളും ഇഷ്ടം അമ്മയോടല്ലേ. എൻ്റെ ഫോൺ അപ്പോൾ ബെല്ലടിച്ചു. പപ്പയുടെ ബെറ്റർ ഹാഫ് ആയിരിക്കും, പുറപ്പെട്ടെന്ന് അറിയാനാവും. ഞാനൊന്ന് കണ്ണിറുക്കി. ഞാൻ ബെഡിൽ കയറി ഫോൺ എടുത്ത് നോക്കുമ്പോൾ പൂജയാ. ഹായ് ഡി, എന്നെടുക്കുക. പൂജ വിളിച്ചത് കോളേജിലെ ട്രെയിനിങ്ങിൻ്റെ കാര്യം പറയാനാ. അവളും ആകെ വിഷമത്തില. ഒന്നും പറയണ്ടടി, അതുകൊണ്ട് എൻ്റെ ട്രിപ്പ് കഴിഞ്ഞു. ശരിക്കും എൻജോയ് ചെയ്യാൻ പോലും പറ്റില്ല. അതിനിടയ്ക്ക് ഇഞ്ചുറി. നിധി വിഷമത്തോടെ തന്നെ പറഞ്ഞു. പിന്നെ അറിയാലോ അമ്മയുടെ കാര്യം, ഓൾറെഡി വിളി വന്നും കഴിഞ്ഞു. പിന്നെ നീ എന്ത് പറയാനാ? അങ്ങപ്പോ ഞാൻ രാത്രി വിളിക്കാടി, കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. നിധി പപ്പയെ കണ്ണിറുക്കിയിട്ട് ഫോണും കട്ട് ചെയ്തു. ആരാ? പൂജയാ? അതേപ്പാ. രാത്രി എന്ത് പറയാനാ? പപ്പ ഒരു ആദ്യം തന്നെ ചോദിച്ചു. മോളു, നിങ്ങൾ നല്ല ഫ്രണ്ട്സൊക്കെ ആവും, പക്ഷേ പറയാവുന്ന കാര്യങ്ങളെ പറയാവൂ, കേട്ടല്ലോ. എനിക്ക് മനസ്സിലായി ഞങ്ങളുടെ അതൊന്നും വല്ലതും പറയുമോ എന്ന് പേടിച്ചിട്ടാണ് ആളിങ്ങനെ പറഞ്ഞതെന്ന്. അച്ചോടാ കള്ള പപ്പ, ഞാനൊന്നും പറയില്ല. നിധി കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നവീന ആശ്വാസത്തോടെ ഒരു ചിരി പാസ്സാക്കി. ഞാൻ അവളെക്കുറിച്ച് അങ്ങനെ ഒന്നല്ല കരുതിയത്. കണ്ടാൽ ഒരു പൂച്ച കുഞ്ഞല്ലേ, പപ്പ പറഞ്ഞു. പൂജ നിധിയുടെ പണ്ട് മുതൽക്കുള്ള ഫ്രണ്ടാണ് കേട്ടോ. അവളുടെ ഫാമിലി അറിയാം. നവീൻ്റെ അറിവിൽ അവർ വളരെ നല്ല കുട്ടിയാണ്, പോരാത്തതിന് പഠിപ്പിസ്റ്റ്. ഇപ്പോൾ അവരുടെ ഡിസ്കഷൻ അതൊക്കെ കേട്ടപ്പോൾ നവീൻ ശരിക്കും അമ്പരന്ന് പോയി. അപ്പോഴേക്കും നിധി ബെഡിൽ കിടന്നു. പപ്പ പക്ഷെ അവള് പാവമൊക്കെ തന്നെയാ, പപ്പയ്ക്ക് അറിയാവുന്നതല്ലേ. പാവം. എന്തൊക്കെയാ നിങ്ങളുടെ ഡിസ്കഷൻസ്? ഞാൻ അവളെ കുറിച്ച് അങ്ങനൊന്നും അല്ലട്ടോ കരുതിയ. ഓ, പോവപ്പ, ഞാൻ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണോ? അല്ലപ്പ, അവളാണ് ഞങ്ങളുടെ കൂടെ ഏറ്റവും ഡീസൻറ്റ്. അപ്പോൾ നീയോ? ഞാൻ കണ്ണ് വെച്ചു. ഞാൻ കള്ളിയാണല്ലോ. അവളിങ്ങനെ കണ്ണിറുക്കി. നിന്റെ ഫോണിങ്ങനെ തന്നെ, ഞാനൊന്ന് നോക്കട്ടെ. അയ്യടാ, ഞാൻ തരത്തേന്നുമില്ല. മോളു, അപ്പോൾ കള്ളത്തരങ്ങളൊക്കെ ഒരുപാടുണ്ടല്ലേ? ഓ, പപ്പ അറിയാത്ത എന്ത് കള്ളത്തരം എനിക്ക്? അവളൊരു നിഷ്കളങ്കായിട്ട് തന്നെ ചോദിച്ചു. വാ, ഞാൻ കാണിച്ചു തരാം. ഞാനിങ്ങനെ ബെഡിൽ ആളുടെ സൈഡിലേക്ക് ചെരിഞ്ഞ് കിടന്നു. അയ്യയുടെ കള്ള, ഒരു നാണല്ലാതെ വരുന്ന കണ്ടോ? ഫോൺ മെസ്സേജ് എല്ലാം ഒരാളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമല്ലേ. യു ഷുഡ് നോട്ട് ചെക്ക് ദാറ്റ്. പപ്പ ഒരു ചമ്മലുടനെ എണീറ്റു.
പക്ഷെ അവൾ കുറുമ്പോടെ പപ്പയെ വലിച്ച് ബെറ്റിലേക്ക് ഇട്ടു. അച്ചടാ, നാണം കണ്ടില്ലേ കള്ളൻ്റെ. എൻ്റെ പപ്പായല്ല, നോക്കിക്കോ, എനിക്കൊന്നും പപ്പായുടെ അടുത്തൊന്നും മറിക്കാനില്ല കേട്ടോ. നവീൻ അവളുടെ അടുത്തേക്ക് കിടന്നു. അവൾ ഫോൺ പപ്പയുടെ കൈ കൊടുത്തു. അവൾ ചെരിഞ്ഞു കിടന്ന് കൗതുകത്തോടെ പപ്പയെ നോക്കി. പപ്പ വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ നോക്കി. നോക്കുമ്പോൾ പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പപ്പ ഒരു അമ്പരപ്പോടെ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. മോളു, സീരിയസ്ലി? ശരിക്കും എന്തിനാ എത്ര പ്രൊട്ടക്ഷൻ? എനിക്ക് പേടിയുണ്ട് കേട്ടോ. ശരിക്കും എന്തൊക്കെയാണ് നിങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാറ്? ഓ പപ്പ, അവൾ ഫോൺ വാങ്ങി ലോക്ക് തുറന്ന് പപ്പയ്ക്ക് നീട്ടി. പപ്പ ആദ്യം തന്നെ പൂജയുടെ ചാറ്റ് ഓപ്പൺ ചെയ്തു. അവള് ഫോട്ടോസ് എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട്. നിറയെ ചാറ്റ് ഉണ്ട്. ഓ, കുറേ ഫോട്ടോസ് ഉണ്ടല്ലോ മോളു. ആപ്പാ, ഞാനെല്ലാം അവൾക്ക് അയക്കും. എങ്ങിട്ടാപ്പ, ഞാൻ എടുത്ത് കാണിക്കാം. ഇത് പപ്പയോട് ചേർന്ന് കിടന്നു. പപ്പയ്ക്കും ഫോട്ടോസ് കാണാനായി പപ്പയുടെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു. മനഃപൂർവ്വം അവളുടെ അത് പപ്പയുടെ ദേഹത്തേക്ക് ചേർത്ത് വെച്ചു. അപ്പോൾ അവളുടെ ഇളം ചൂടാണെങ്കിൽ പപ്പ നന്നെ ഉണർത്തിയിട്ടുണ്ടായിരുന്നു. അവൾ അപ്പോഴത്തേക്കും ഫോട്ടോസ് ഓരോന്നോരോന്നായി കാണിച്ചു കൊടുത്തു. ആ, നീ എല്ലാം പൂജയായി ഷെയർ ചെയ്യുന്നുണ്ടല്ലേ? ബോയ്സ് ആരാ ഫ്രണ്ട്സ്? ആ, അങ്ങനെ ക്ലോസ് ഫ്രണ്ട്സ് ഒന്നും ഇല്ലപ്പാ. പിന്നെ ആദ്യം നല്ല കമ്പനിയൊക്കെയാ. പിന്നെ എനിക്ക് ചെറിയൊരു ക്രഷ് ഉണ്ട്. അവളിങ്ങനെ കണ്ണിടയ്ക്ക് ചിരിച്ചു. ഓ എൻ്റെ കള്ളി, ഒന്ന് കാണിച്ചു കേട്ടോ ചാറ്റ്. അവളൊന്ന് ആലോചിച്ചു. എന്താ മോളു, ഒരു കള്ളത്തരം ഉണ്ടല്ലോ. അവൾ മടിയോടെ ആദ്യമായുള്ള ചാറ്റ് ഓണാക്കി കാണിച്ചു. കോളേജിലെ കാര്യങ്ങളാണ് കൂടുതലും. നോക്കുമ്പോൾ രാത്രി 12 മണിക്കൊക്കെയുള്ള ചാറ്റ്. ഇടി കല്ലി, എന്താ ഇത്? കൊള്ളാലോ, പോപ്പാ. അവൾ നാണിച്ചു ചിരിച്ചു. നോക്കുമ്പോൾ അവൻ ഇനിയുടെ ഡ്രസ്സിനെ കുറിച്ചൊക്കെ നന്നെ പുകഴ്ത്തുന്നുണ്ട്. അവളാണെങ്കിൽ ഇംപ്രസ് ചെയ്യാനുള്ള ശ്രമവുമാണ്. അടുത്ത ദിവസം ഏത് ഡ്രസ്സ് ഇടണമെന്ന് അവനോട് ചോദിക്കുന്നു. അവൻ്റെ റിപ്ലൈ ജീൻസും ടോപ്പും, അല്ലെങ്കിൽ എല്ലാ ചുരിദാറും ലെഗിൻസും എന്നൊക്കെയാ. കൊള്ളാലോ മോളെ. ഈ യെല്ലോ ലെഗിൻസ് ഇട്ടപ്പോൾ അല്ലേ അമ്മ തന്നെ വഴക്ക് പറഞ്ഞ് ട്രാൻസ്പെറൻ്റ് ആണെന്നും പറഞ്ഞ്. അതൊക്കെ എല്ലാവരും ഇടുന്നതല്ലേ. നവീൻ ഓർമ്മ വന്നു. ആ ലെഗിൻസ് ഇട്ടാൽ അതിൻ്റെ ഔട്ട്ലൈൻ അതുപോലെ തന്നെ കാണാൻ പറ്റും. പപ്പ അവനൊന്ന് ഇംപ്രസ് ചെയ്യാൻ നോക്കിയത്. അവനൊന്ന് ചമ്മലോടെ തന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മനസ്സിലായി മനസ്സിലായി. പപ്പ കളിയാക്കി. പപ്പ ഫോൺ വാങ്ങി ഗാലറി തുറന്നു. നിറയെ ഫോട്ടോസാണ്. നാട്ടിലെത്തിയത് മുതൽ എല്ലാ ഫോട്ടോസും അതിലുണ്ട്. ഓഹ് സൂപ്പർ മോളെ. പപ്പ ഫോൺ മുകളിലേക്ക് എത്തി. അവൾക്ക് ഫോണിൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടായില്ല. അവൾ കരുതി പപ്പ ഗാലറി ഫോട്ടോസ് നോക്കിയാണ്. പക്ഷേ പപ്പ അവളുടെ സെർച്ച് ഹിസ്റ്ററി എടുത്ത് നോക്കി. പപ്പ അമ്പരന്ന് പോയി തന്നെ പറയാം. കള്ളി. അവൾ അതിലോട്ടൊക്കെ ആ സൈറ്റിലൊക്കെ നന്നായി കാണുന്നുണ്ട്. ഏതൊക്കെയാണെന്നോ നിങ്ങൾക്ക് പറയേണ്ടതില്ലല്ലോ അല്ലേ? അപ്പോൾ അതൊക്കെ തന്നെ. അങ്ങനെ എന്ന് വേണ്ട നല്ല വെറൈറ്റിയാണ് അവൾ കാണുന്നതും. പക്ഷേ റീസെൻറ്റ് സെർച്ച് ഹിസ്റ്ററിയിൽ കൂടുതലും അച്ഛനും മകളും തമ്മിലുള്ളതായിരുന്നു സെർച്ച് ചെയ്തേക്കുന്നത്. ഈ കള്ളി, അപ്പോൾ ഇതാണല്ലേ നിന്റെ പരിപാടി? എന്താ പപ്പ? അവൾ ഒരു ഞെട്ടലോടെ തന്നെ വെച്ചിരുന്നു. എന്തൊക്കെ എൻ്റെ മോള് കാട്ടിക്കൂട്ടുന്നേ? അവളുടെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി. ഈശ്വരാ. പപ്പ സെർച്ച് ഹിസ്റ്ററി നോക്കുന്ന അവൾ കരുതിയില്ല. വാട്സാപ്പ് ചാനൽ നോക്കുന്ന കരുതത്. അവളുടെ തൊലി ഉരിയുന്നത് പോലെ തോന്നി. ഓ, എന്തൊക്കെ താൻ സെർച്ച് ചെയ്തേക്കുന്നത്? അങ്ങനെ അന്നത്തെ സംഭവത്തിന് ശേഷം അവളുടെ ഫാൻറ്റസികളിലെല്ലാം പപ്പയാണെന്ന് അറിഞ്ഞു നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ സെർച്ച് ചെയ്തത് കൂടുതലും ഡാഡിയും ഡോട്ടറും തമ്മിലുള്ളത് തന്നെയാണ്. അത് പപ്പ അറിയുന്നത് ആൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ്. പക്ഷെ എന്ത് ചെയ്യാനല്ലേ, കണ്ടുപോയില്ലേ. എത്ര ക്ലോസ് ആണെങ്കിലും ചിലതൊക്കെ ആരും അറിയാതെ ഉണ്ടാവുമല്ലോ. ഷോ, അവൾക്ക് തൊലി ഉരിയുന്നത് പോലെ തോന്നി. എന്തൊക്കെയാ താൻ സെർച്ച് ചെയ്ത് കണ്ടത്? ഓ, അതും ഈ അടുത്ത് കൂടുതലും പപ്പയും ഡോട്ടറും തന്നെയാണ്. പിന്നെ പല വെറൈറ്റീസും. എങ്ങാനും പപ്പ കണ്ട. അവൾ ചാടി ബലം പിടിച്ചു. ഫോൺ വാങ്ങാൻ നോക്കി. ആയിടി, നോക്കട്ടെ നിന്റെ കള്ളത്തരങ്ങൾ.
അവള് പപ്പയുടെ മുകളിലേക്ക് കയറി ആ ഫോൺ വാങ്ങാൻ നോക്കി. അതൊക്കെ ഇങ്ങനെ നെഞ്ചിലമരുന്നുണ്ട് കേട്ടോ. ആ പിടച്ചിലിൽ, ആ സ്പർശനത്തിൽ തന്നെ അവൻ നന്നെ ഉണർത്തും. അവൻ്റെ അതിക്ക് രക്തം ഇരച്ചെന്ന് കയറി. അവളുടെ മുഖത്തെ ആ കള്ളത്തരം, കയ്യോടെ പിടിച്ചാലെന്ന പാവം, ആ ചമ്മൽ, അതൊക്കെ ശരിക്കും നല്ല രസം തന്നെയായിരുന്നു. പിന്നെ പപ്പ അവളുടെ കൈകളിൽ ഒതുക്കി പിടിച്ചിട്ട് തന്നോട് ചേർത്തിതാക്കി. എന്നിട്ട് അതിങ്ങനെ ആസ്വദിക്കുക. മുളു ബലം പിടിക്കല്ലേ, കൈവിട്ടെ, സുഖമായിട്ട് വരുന്നതേ ഉള്ളൂ നവീനിങ്ങനെ പറയാ. പിന്നെ അവൾ ബലം പിടിക്കുന്നില്ല, കീഴടങ്ങിയതുപോലെ അവളിങ്ങനെ കിടന്നു കൊടുത്തു. ഷോപ്പ നോക്കല്ലേ പ്ലീസ്, അവളിങ്ങനെ കെഞ്ചി. ഓള് കൊള്ളാലോ, എന്തെല്ലാം വെറൈറ്റീസാണ് ഈ കാണുന്നേ. അവൾ ആളുടെ തക്കിങ്ങനെ നിന്നിറങ്ങി താഴേക്ക് കിടന്നു. പപ്പയുടെ നെഞ്ചിലേക്ക് ഇങ്ങനെ തല വെച്ചെന്നെ കിടന്നു. പപ്പ പ്ലീസ് നോക്കല്ലേ, അവളിങ്ങനെ ചമ്മലോടെ എന്നെ കുഞ്ചി. നോക്കട്ടെന്നേ, എന്തൊക്കെ എൻ്റെ കല്ലിൽ പെണ്ണി കാണുന്നെന്ന് എനിക്കറിയണ്ടേ. അവളെ തൃപ്തില്ല. അവൾ നാണിച്ച് അങ്ങേറ്റ് ചമ്മലോട് കൂടെ തന്നെ കിടന്നു. ഏറ്റവും സ്വകാര്യതയിൽ കണ്ടതാണ് ഇതെല്ലാം. സെർച്ച് ചെയ്യുമ്പോൾ പിന്നെ ഫാൻറ്റസികൾക്ക് മഞ്ഞില്ലല്ലോ. ഇപ്പോൾ അതാണ് പപ്പ കാണുന്നത്. അത് അവളുടെ പെണ്ണിനെ ആനന്ദിപ്പിക്കുന്നുണ്ടായിരുന്നു. ഓളോ അപ്പോൾ വൈകുന്നേരം ചെയ്യാനായല്ലേ ഇത് കാണുന്നതൊക്കെ. അവൾക്ക് മനസ്സിലായി. രാത്രി അതിതാക്കാനല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഏതാക്കാൻ? സ്വന്തമായിട്ടാക്കാൻ. ഓ പപ്പ അങ്ങനെ സെർച്ച് ഹിസ്റ്ററിയൊക്കെ താഴേക്ക് ഒഴിച്ചു നോക്കി. അത് ശരി, TV കാണുന്നുണ്ടല്ലേ കള്ളി. പപ്പയാണെങ്കിൽ ആ സെർച്ച് ഹിസ്റ്ററിയിൽ നിന്നും ഒരിതൊന്ന് ഓപ്പൺ ചെയ്തു. അവൾ എതിർത്തില്ല. പപ്പയുടെ കൂടെ കിടന്നത് കാണുക ആളെ ഇതാക്കാൻ പറ്റിയ ചാൻസ് ആണെന്ന് അവരൊന്ന് വിചാരിച്ചു. ഏറ്റവും ലേറ്റസ്റ്റായി കണ്ട വീഡിയോയാണ് ആൾ ഓപ്പൺ ചെയ്തത്. മോളു, ഇത് നീ ഇന്നലെ രാത്രി കണ്ടതല്ലേ? അപ്പോൾ ഡെയിലി ഉണ്ടല്ലേ ഈ പരിപാടി? പ്ലീസ് കളിയാക്കല്ലേ. അവൾ പപ്പയെ നോക്കി ഒരു കെഞ്ചലോടെ തന്നെ അത് പറഞ്ഞു. അതൊക്കെ ഇവ രണ്ടുപേരും കൂടി ഒന്ന് കാണാട്ടോ. വേണ്ടപ്പ, അത് അവൾ വെറുതെ പറഞ്ഞതായിരുന്നു. അതിലാണ് നല്ല ഇതുണ്ട്. അപ്പൊ എന്ത് കരുതുമാവോ മകള് സ്റ്റെപ്പ് ഡാഡായിട്ടൊക്കെ. അങ്ങനെ രാത്രി രണ്ടുപേരും ഒരുമിച്ച് ഇറങ്ങാൻ കിടക്കുന്നതും ആക്കുന്നതും പിന്നെ അതാക്കുന്നതും അതൊക്കെ തന്നെ. ഇന്ന് എന്തേലും നടക്കും. അവൾ പപ്പ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് കിടന്നപ്പോൾ അവളിങ്ങനെ ചിന്തിക്കുക. ആളുടേതാണെങ്കിൽ നല്ലോണം സെറ്റായിട്ടുണ്ട്. വീഡിയോ പ്ലേ ആവുന്നുമുണ്ട്. പപ്പ അവളെ കൂടെ ചേർത്ത് പിടിക്കുന്നത് അവൾക്ക് മനസ്സിലായി. അപ്പോൾ ആ സമയത്ത് വീഡിയോയിലാണെങ്കിലും അവരിങ്ങനെ ഒന്നിച്ച് കിടക്കുന്ന സീൻ എത്തിയിട്ടോ. സീനിലാണെങ്കിൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. നിങ്ങളും കാണുന്നതൊക്കെ ആവുന്നത് കൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ വിവരിക്കേണ്ടതില്ല. അതിൻ്റെ ഒരു ഇതൊക്കെ കണ്ടിട്ട് നിധി അറിയാതെ ഇങ്ങനെ കുറുക്കി പോകുന്നൊക്കെ ഉണ്ട്. അവളുടെ ചങ്കിടപ്പും കൂടുന്നുണ്ട്. അവൾ പപ്പയെ ഒന്ന് പാളി നോക്കി. രണ്ടുപേരുടെയും കണ്ണുകൾ കോർത്തു. അവളാണെങ്കിൽ അപ്പോഴേക്കും ഒരു ചമ്മലോട് തന്നെ മുഖം താഴ്ത്തി. പിന്നെയും അതൊക്കെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ബാക്കി കുറെ സിൽക്കാര പരിപാടികൾ. നിധിയാണെങ്കിൽ പപ്പയെ നാളത്തോടെ നോക്കി കണ്ണിറക്കി. അവൾ കുറുകിക്കൊണ്ട് തന്നെ വീണ്ടും ഫോണിലേക്ക് നോക്കി. പിന്നെ വീണ്ടും വീഡിയോയുടെ തന്നെ. അപ്പോൾ എനിക്ക് പപ്പയെ നോക്കാൻ ശരിക്കും നാണം തോന്നി. അവളൊരു കൗതുകത്തോടെ തന്നെ ആദ്യം നടക്കുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ കണ്ട. ഇനി എന്താ വരാൻ പോകുന്നത് എന്ന് ഓർത്തിട്ട് അവള് ഭയങ്കര കൗതുകത്തോടെ തന്നെ ഇരിക്കുക. താൻ ഇതൊക്കെ കാണുന്നതെന്ന് പപ്പയ്ക്ക് മനസ്സിലായല്ലോ. അവൾ പപ്പയെ വീണ്ടും ഒന്ന് പാളി നോക്കി. പപ്പ അപ്പോഴേക്കും അവളുടെ മുഖത്തേക്ക് അതിനെ നോക്കി കിടക്കായിരുന്നു. വീഡിയോ ഓഫ് ചെയ്യും പപ്പ. നാണവും ചമ്മലും നിറഞ്ഞ മുഖത്തോടെ അവൾ പപ്പയോടായിട്ട് കെഞ്ചു. പപ്പ ഫോൺ സൈഡിൽ വെച്ചിട്ട് അവളിങ്ങനെ മുകളിലേക്ക് ഇതാക്കി. പപ്പയുടെ മുഖത്ത് നോക്കാൻ ശരിക്കും മടിയായിരുന്നു അവൾക്ക്.
അപ്പം അവളൊന്ന് പുണർന്നു. "ഡി കള്ളി, നീ ആള് കൊള്ളാലോ. നീ എന്തൊക്കെ കാണുന്നേ? ഓ, അതൊക്കെയാണല്ലോ." അപ്പോൾ പിന്നെ ചെറിയൊരു തഴുകലൊക്കെ തുടങ്ങി കേട്ടോ. അവളാണെങ്കിൽ കുറുകലും. പപ്പയുടെ കണ്ണിലേക്ക് നോക്കാനാവാതെ അവളിങ്ങനെ കണ്ണ് താഴ്ത്തി വെച്ചിരിക്കുക. അവളുടെ കുറുകലൊക്കെ നല്ലവണ്ണം കേൾക്കുകയും ചെയ്യാം. എന്നിട്ട് അവർ തമ്മിലിങ്ങനെ ചെറിയതൊക്കെ തുടങ്ങിയപ്പോൾ ആള് ചോദിച്ചു, "മോളെ, നീ ഓക്കെ ആണോ?" പക്ഷേ എന്താ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഇതിന് റിഗ്രറ്റ് ചെയ്യേണ്ടി വരത്തില്ലല്ലോ. ആള് പപ്പയുടെ വായിങ്ങനെ പൊത്തി. "നോ പപ്പ, ഐ ലവ് ദിസ്. സീ പപ്പ, യു മൈ ഫസ്റ്റ് ബോയ് ഫ്രണ്ട്. അത്രേ ഉള്ളൂ. ഇതിൻ്റെ പേരിൽ ഞാൻ ഉഴപ്പില്ല. ഉറപ്പാ. ബിലീവ് മീ പപ്പ. എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായമായില്ലോ. ജസ്റ്റ് എൻജോയ് പപ്പ. അത്രേ ഉള്ളൂ. സീ പപ്പ, യു ആർ എൻജോയിങ് റൈറ്റ്. ജസ്റ്റ് എൻജോയ്." അവൾ പപ്പി തിരിച്ചൊന്നും പറയാൻ അനുവദിക്കാതെ ബാക്കി പരിപാടി. അതിനിടെ കൂടെ ലവ് യു പറയാനും വിട്ടില്ല. അവൾ ലവ് യു ടു എന്നും പറഞ്ഞു. അങ്ങനെ ഓരോന്നും നടക്കുന്നതിനിടയ്ക്ക് ആള് മെഡിക്കൽ സ്റ്റോറിൽ കയറിയ കാര്യവും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പപ്പ ഇപ്പോൾ ഒരു കൗതുകത്തോടെ തന്നെ അവളെ നോക്കി. അവൾ താൻ കരുതിയതിലും വളർന്നിരിക്കുന്നു, എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. പപ്പയാണെങ്കിൽ അപ്പോൾ ഒരു ചമ്മലോടെ തന്നെ ഒരു ചിരിച്ചു. "മോളു, നീ എങ്ങനെ?" "ആ, അത് ഈസി അല്ലേ പപ്പ. ഈ കള്ളൻ്റെ അല്ലേ മോൾ. നോ ജസ്റ്റ് എൻജോയ് പപ്പ." അങ്ങനെ അവർ തമ്മിലുള്ള പരിപാടിയൊക്കെ നന്നായി നടന്നു കഴിഞ്ഞു. സുഖത്തിൻ്റെ തീവ്രതയിൽ കരഞ്ഞുകൊണ്ട് തന്നെ അവസാനം തളർന്നു വീണു. സുഖത്തിൻ്റെ ആ അടങ്ങാത്ത തിരമാലകളിൽ അവളുടെ ശരീരം വെട്ടിയുരച്ചുകൊണ്ടിരുന്നു. ആ സുഖത്തിൻ്റെ ആലസ്യത്തിൽ അവൾ അല്പനേരം തളർന്നു കിടന്നു. കണ്ണുകൾ പകുതിയടഞ്ഞു. ആലസ്യത്തിൽ കിടക്കുന്ന നിധിയെ നോക്കി പപ്പയും കിടന്നു. ദേവതമാരെ ലക്ഷണമൊത്ത പെണ്ണ്. ആ മുഖകാന്തിയും ആകാരവടിവും തികഞ്ഞ ശരീരവും തുടുത്തു നിൽക്കുന്നതും ഒതുങ്ങി വീഴുന്നതും അങ്ങനെ നല്ല ലക്ഷണമൊത്തതും പോയി. അതായത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചില്ല. അതിങ്ങെടുത്ത് വന്നാലൊന്ന് നവീൻ ആലോചിച്ചു. പിന്നെ വേണ്ടാന്ന് വെച്ചു. സമയമുണ്ടല്ലോ, പടിപടിയായി അവളതിനെ റെഡിയാക്കി എടുക്കണം. അതിനു മുമ്പ് പരമാവധി എൻജോയ് ചെയ്യണം. എന്ത് സുഖമായിരുന്നു അവളതൊക്കെ ഇങ്ങനെ എടുത്തപ്പോൾ. പെണ്ണ് ഒക്കെ കണ്ട് എല്ലാം അറിയാം. കള്ളി. ഇനി ഒന്നുകൂടി അതെടുപ്പിക്കണം. എങ്ങോട്ടേക്ക് വായിക്കന്നെ. എന്നിട്ട് ആ മുഖത്തേക്ക് പിന്നെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചപ്പോൾ തന്നെ നവീന് ആവാണ്ടിരിക്കുമോ? ഇല്ലല്ലോ. ഇങ്ങനെ ബാംഗ്ലൂർ എത്തുമ്പോൾ പിന്നെ അവളുടെ അമ്മയുടെ കണ്ണ് വെട്ടിക്കണം. അതിൻ്റെ ഒരു ത്രില്ല്. അതുകൊണ്ട് നവീൻ്റെ മനസ്സിലേക്ക് പൂജയുടെ മുഖം ഇങ്ങനെ തെളിഞ്ഞു വന്നു. അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരിയാണ് പൂജ. ഇടയ്ക്കൊക്കെ വീട്ടിൽ വന്ന് നിൽക്കാറുണ്ട്. ഇവൾ പൂജയായിട്ടൊക്കെ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുമോ? പൂജയും തങ്ങളുടെ കൂടെ കൂടുമോ? അതിന് സാധ്യതയുണ്ടോ? ഓ, പൂജയെ അങ്ങനെയൊക്കെ സങ്കല്പിച്ചപ്പോൾ തന്നെ നവീൻ്റെ മനസ്സിൽ ശരിക്കും കുളിരെന്നെ വന്നു. എന്തായാലും അതിനൊന്ന് ട്രൈ ചെയ്യണം. നിധിയെ കൊണ്ട് തന്നെ അവൾ ഇതിലേക്ക് കൊണ്ടുവന്നു. എന്തെല്ലാം ചേഞ്ചസ് ആണല്ലേ ഈ ഒരു ട്രിപ്പ് കൊണ്ടുവന്നത്. നവീനൊരു അതിശയത്തോടെ ഇങ്ങനെ ഓർത്തു. ആലസ്യക്ക് വീട്ടുടരുമ്പോൾ തന്നെ നോക്കി കിടക്കുന്ന പപ്പയെ അവളിങ്ങനെ കണ്ടു. അവളെ കണ്ണിറുക്കി കുസൃതിയോടെ ചിരിച്ചു. എന്താ ആലോചിക്കുന്നത്? മമ്മിയെ കുറിച്ചാണോ? അവളിങ്ങനെ കളിയാക്കി ചോദിച്ചു. അതെ, സമയം എത്രയെന്നറിയാവോ? കുളിക്കണ്ടേ? അവളിങ്ങനെ കൈ നീട്ടി ചെറിയ കുട്ടികളെ പോലെ. എന്നെ എടുത്തുണ്ടാവും പോവാമോ പ്ലീസ് പാ. പപ്പ അവളെ കോരിയെടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു. രണ്ടുപേരും ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. എന്നിട്ട് ഷവറിന് കീഴായിട്ട് നിർത്തി. തണുത്ത വെള്ളം ദേഹത്തേക്ക് വീണപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ സുഖം ഉണ്ടാവൂലേ. പിന്നെ രണ്ടാളും മാറി അങ്ങോട്ടും ഇങ്ങോട്ടും, അതൊക്കെ തന്നെ.
എന്നിട്ട് ഹളിക്കിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനവിടെ വെച്ച് ചെറിയ ചെറിയ കലാപരിപാടികൾ തുടങ്ങുന്നുണ്ട്. പിന്നെ അങ്ങനെ അടുത്ത ദിവസം വൈകുന്നേരമായി. അവര് ബാംഗ്ലൂർക്ക് തിരിച്ചു. നിധി പതിവിന് വിപരീതമായി ഉറങ്ങാതെ തന്നെ പപ്പയ്ക്ക് കമ്പനി കൊടുത്തു. കലവിലെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോ പപ്പയാണല്ലോ എല്ലാം കൊണ്ടും അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോ നമ്മുടെ കഥ ഇവിടെ തീരാതെ തീരുന്നതാണ് കേട്ടോ. ആ ബാംഗ്ലൂർ യാത്രയോട് കൂടി പിന്നെ കഥയുടെ ബാക്കി ഞാൻ ടെലിയിലിട്ടേക്കാം, നല്ല രീതിക്ക്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞത് മറക്കണ്ട, ടെലിയിലൊന്ന് നോക്കിക്കോട്ടോ, എല്ലാതും അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഷ്ടമാവച്ചാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കണ്ട. വീണ്ടും വീണ്ടും കഥകൾ കേൾക്കണ്ടായോ? അടുത്തൊരു കഥയായിട്ട് വീണ്ടും തന്നെ കാണാവേ. ബൈ.